ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അശ്വിൻ. ഇന്ന് ഞങ്ങൾക്ക് ഈദ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഡെസേർട്ട് സഫാരിക്ക് പോകാമെന്ന് ഞാനും ബെസ്റ്റി ബായും തീരുമാനിച്ചു. രണ്ടുപേരും ഫാമിലിയായി ഞങ്ങൾ ഡെസേർട്ട് സഫാരിയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഗണേഷാണ് ഞങ്ങൾക്ക് ഈ നമ്പർ തന്നത്. ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തു. ഈദ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. പെർ പേഴ്സൺ 35 ദിർഹംസ് മാത്രമേ ചാർജ് വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവസാനം ഡെസേർട്ട് സഫാരിയുടെ ക്യാമ്പിലേക്ക് എത്തി. റോഡിൽ നിന്ന് അത്യാവശ്യം കുറേ ദൂരം നമ്മൾ ഡെസേർട്ടിന് നടുവിലൂടെ സഞ്ചരിക്കണം. നമുക്ക് മുന്നിലായി ഒരു കാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത്. വിശാലമായി പരന്നു കിടക്കുന്ന ഡെസേർട്ടിന് നടുവിലായി ഒരു വലിയ ക്യാമ്പ്. അതായിരുന്നു ഈ ഡെസേർട്ട് സഫാരിയുടെ കേന്ദ്രം. അങ്ങനെ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസും നോട്ട് ചെയ്ത് ഞങ്ങളെ ഉള്ളിലേക്ക് വിട്ടു. അപ്പോഴാണ് ഒരാൾ ഫാൽക്കണുമായി വന്നത്. 10 ദിർഹംസ് തന്നാൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറ്റിനറി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൽക്കണുകൾ അവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യാമൽ റൈഡിലേക്കാണ്. ക്യാമൽ റൈഡ് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. എന്നാൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഓരോ തവണ ആ ഒട്ടകം എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അതിനുശേഷം ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി. എന്നിരുന്നാലും ക്യാമൽ റൈഡ് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഒട്ടകത്തിൻ്റെ മുഖത്തായി ഒരു ചെറിയ ക്യാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ക്യാമൽ കടിക്കാതിരിക്കാനായിരിക്കണം. നമ്മളുടെ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പാണ് ഈ ക്യാമൽ റൈഡ്. ഇതിനിടയിൽ ഒരാൾ നമ്മളെ ഫോട്ടോയും എടുക്കും. അവസാനം നമുക്ക് ആ ഫോട്ടോ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ബെസ്റ്റി ബായും വൈഫും അങ്ങനെ 2 ഒട്ടകങ്ങളിലായി കയറി. സത്യം പറഞ്ഞാൽ ഒട്ടകം എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നല്ല പേടി തോന്നും. കാരണം നമ്മൾ താഴേക്ക് വീഴും പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. മരുഭൂമിയുടെ നടുക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റായിരുന്നു. അങ്ങനെ ഈ പൊടിക്കാറ്റിൽ കുറച്ച് നേരം ക്യാമൽ റൈഡ് ചെയ്ത് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. നമ്മളിവിടെ എത്തിയ ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്കായി നമുക്ക് എല്ലാവർക്കും വെള്ളം കിട്ടിയിരുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡെസേർട്ട് ബൈക്ക് ഉപയോഗിച്ച് റൈഡ് ചെയ്യാം. ഒരാൾക്ക് ഏകദേശം 150 ദിർഹംസാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈദല്ലാത്ത സമയങ്ങളിൽ 100-നും 75-നും ഈ ബൈക്കുകൾ കിട്ടാറുണ്ട്. ഞങ്ങൾ സ്നോയിൽ ഇതേപോലുള്ള ബൈക്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ക്യാമൽ റൈഡ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരുപാട് പേർ ആ ക്യൂവിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ക്യാമൽ റൈഡ് കഴിഞ്ഞ ഉടനെയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്യൂൺ ബാഷിംഗ് ആണ്. ഈ ഡ്യൂൺ ബാഷിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ SUV-യിൽ നമ്മളെല്ലാവരെയും കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിലൊരു പോക്കാണ്. അതാണ് സംഭവം. അപ്പോൾ ഞങ്ങളാരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരുപാട് നേരം കാത്തിരുന്നു. ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ അത്യാവശ്യം ഓർഗനൈസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഞങ്ങളങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. വണ്ടിയിൽ ഞാനും ബെസ്റ്റി ബായിൻ്റെ ഒരു കുട്ടിയും മുന്നിലിരുന്നു. ബാക്കി എല്ലാവരും ബാക്കിലും. അങ്ങനെ ഞങ്ങളുടെ റൈഡ് തുടങ്ങിയപ്പോൾ തന്നെ ആശാൻ നല്ലൊരു ഓടിച്ചു. എൻ്റെ അമ്മോ, പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഡെസേർട്ടിൻ്റെ നടുവിലാണ്. വണ്ടിയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞുകൊണ്ടുള്ള പോക്കാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പല സ്ഥലത്തും നിർത്തി തരികയും കൂടുതൽ സമയം വണ്ടി ഓടിക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഇത് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗെയിമിലെല്ലാം സ്റ്റിയറിംഗ് ഒക്കെ ഓടിക്കുന്ന പോലെയാണ് ഈ ചങ്ങായി വണ്ടീൻ്റെ സ്റ്റിയറിംഗ് ഓടിച്ച് കളിക്കുന്നത്. ചില സമയത്തൊക്കെ കാണുമ്പോൾ പേടിയാവും. അയ്യ രീതിയിലാണ് വണ്ടി എടുക്കുന്നത്. ബാക്കിലുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈദ് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നമ്മൾ നല്ല രീതിയിൽ ഒച്ചപ്പാടാക്കി പേടിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനേക്കാട്ടും നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുക. അവർക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോവുക. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിൽ 2 പാകിസ്ഥാനികളുണ്ടായിരുന്നു. അവർ രണ്ടാളും കൂടി തുള്ളി ഒരു പരിവായിന്. കൂടാണ്ട് നമ്മളെ കൂടെ വന്ന എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന സംഭവം. അങ്ങനെ ഞങ്ങൾ മരുഭൂമിൻ്റെ നടുക്കെത്തിയപ്പോൾ വേറൊരു വണ്ടി കണ്ടു. അവരെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ നിർത്തിയതാണ്. അപ്പം ഞങ്ങൾ ഡ്രൈവർ വണ്ടി സൈഡാക്കിയിട്ട് അയാളെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അയാളെ വണ്ടി ശരിയായതിനു ശേഷം ഞങ്ങളും വണ്ടി എടുത്തു. ഡ്യൂൺ ബാഷിങ്ങിന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുലുക്കം അറിയണമെങ്കിൽ ഏറ്റവും ബാക്കത്തെ സീറ്റിൽ ഇരിക്കണം, അല്ലേ നടുക്കത്തെ സീറ്റിൽ. മുന്നിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ കിട്ടൂല. പക്ഷേ എങ്കിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനാവും. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞാൽ നിർബന്ധമായാലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇട്ടിക്കില്ലെങ്കിൽ നമ്മൾ ശരിക്കും തെറിച്ചു പോകും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ച ബാക്കിലിരുന്ന പാകിസ്ഥാനികളെ കണ്ടിട്ടാണ്. ഇവർ പേടിച്ചിട്ട് മറ്റേ സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കെ പിടിച്ചിട്ട് തുള്ളുന്നത് കാണുമ്പോൾ ശരിക്കും ചിരിച്ചു പോകും. ഏകദേശം 10-20 മിനിറ്റുള്ള ഈ ഡ്യൂൺ ബാഷിങ് ചെയ്ത ആക്ടിവിറ്റീസിലെല്ലാം വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ഇതായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ മൂപ്പർ ഇറങ്ങിപ്പോയി. ഞങ്ങളും ഇറങ്ങി വന്ന് പുതിയ ആൾക്കാർ കയറി. എല്ലാം ടപ്പേ എന്നായിരുന്നു.
അപ്പോഴേക്ക് സമയം ഏകദേശം 5:30-6 മണിയാവാനായി. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. എന്നിട്ടും ഈ ഒട്ടകങ്ങൾക്ക് റെസ്റ്റില്ല. അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിലേക്ക് കയറുന്നതിന് മുന്നേ ഓരോരുത്തരായിട്ട് സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് എന്തെല്ലോ കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാളും നേരെ പോയി സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് ആ മണലിൻ്റെ മുകളിൽക്കൂട്ട് ഊരാൻ നോക്കി. പക്ഷേ നടന്നില്ല. സംഭവം കുറച്ച് സ്റ്റക്കായി പോകുന്നു. ബെസ്റ്റി ബൈൻ്റെ കുട്ടികളാണെങ്കിൽ ബീച്ചിൽ പോയ ആവേശമായിരുന്നു. അവർ ഫുള്ള് മണ്ണിൽ എൻജോയ് ചെയ്ത് കളിച്ച്. കൂടെ ഞാളും കൂടി. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഉരുണ്ടേറ്റ് വീണാലും ഒന്നും പറ്റൂല എന്നില്ല. മൊത്തം പൂയി പോലത്തെ മണ്ണല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ച്. ചെറിയ കുട്ടികളോട്ട് കുറേ നേരം കളിച്ചതിന് ശേഷം ബെസ്റ്റി ബായാലും സൈഡായിട്ട് ഒരു സൈഡ് കുത്തിരുന്നു. ഞങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ ഇതേപോലെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ നേരം വെയിലത്ത് നിന്ന് ഇങ്ങനെ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ നല്ല ചായയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. ഉള്ളിൽ പോയാലും കല്യാണ വീട്ടിൽ പോയ പോലെയാണ്. ആടേം പിടിയെല്ലായിട്ട് ഫുള്ള് ലൈറ്റും കത്തിച്ചിട്ട് ഓരോരുത്തർ സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടുന്നതിനും. അതിൻ്റെ ഇടയ്ക്ക് ഞാളും ഓടി. ഏറ്റവും മുന്നേ സീറ്റ് കിട്ടിയെങ്കിലും രണ്ടാമത്തെ ലൈനിൽ നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ ബസ്സിലൊക്കെ കർച്ചീഫ് ഇടുന്ന പോലെ ഞങ്ങളവിടെ ബേഗം വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ വൈക്ക് പോയി. അപ്പോഴാണ് അവിടെ ഹെന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടത്. ഫ്രീന്ന് കിട്ടിയ അവിടെ ഞാൻ ശ്രീകുട്ടി നേരെ ഓടി അവിടെ നിന്ന് മൈലാഞ്ചി ഇട്ട് നേരെ വന്നു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള VIP ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും. പക്ഷേ എങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഇവിടെ ശീശ വലിക്കാനും കള്ളു കുടിക്കാനൊക്കെ സൗകര്യമുണ്ട്. വേണമെന്നുണ്ടേ വാങ്ങാം പൈസയും കൊടുത്തിട്ട്. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയ ആകെ വെള്ളം മാത്രം. അതുകൊണ്ട് മൊത്തം വെള്ളവും വാരി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പിന്നെ ചായ ഉണ്ടാക്കാൻ പോയി. ഇവിടെ ചായയും കാപ്പിയെല്ലാം ഫുൾ അൺലിമിറ്റഡാണ്. പക്ഷേ ഒരൊറ്റ കുഴപ്പമുള്ളൂ, നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണം. അവിടെ എല്ലാ സെറ്റിങ്സും ഉണ്ട്. അപ്പോഴാണ് അവിടെ സ്നാക്സ് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. വേഗം പോയി ക്യൂ നിന്ന് നല്ല ഫ്രഞ്ച് ഫ്രൈസും ഒരു ചിക്കൻ നഗറ്റ്സും പിന്നെ ഒരു സമൂസയും. അതിൻ്റെ അകത്ത് നല്ല ക്രീമി സ്പൈസി മയണൈസ് പോലത്തെ ഒരു സാധനം ഒഴിച്ച് തരും. നല്ല ടേസ്റ്റ് ആയിരുന്നു. സംഭവം ഇതും അൺലിമിറ്റഡ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ക്യൂ നിന്ന് സാധനം മേടിക്കാം. പക്ഷേ ഞങ്ങളെ ക്യൂ നിൽക്കാനൊന്നും പോയില്ല. അപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി. പരിപാടിയുടെ പേരെന്താണെന്ന് അറിയില്ലെങ്കിലും കാണാൻ നല്ല രസമായിരുന്നു. അവരിങ്ങനെ ദഫുമായിട്ട് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് തലയുറ്റൂലപ്പാന്ന്. ഈ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ VIP ഏരിയ. അതിൻ്റെയും മുകളിൽ കാണുന്നതാണ് VVIP ഏരിയ. ഏറ്റവും മുകളിലായി ഒരു കോർണറിലായിട്ട് കാണുന്നില്ല, അതാണ് VVIP ഏരിയ. ഫോറിനേഴ്സൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡാൻസിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും അവർ ദഫൊക്കെ ഒഴിവാക്കി ഫുള്ള് ലൈറ്റ് ഷോ പോലെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ദഫിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഈ ലൈറ്റ് ഷോ ആയിരുന്നു. പിന്നെ ഈ VIP ഏരിയയിൽ ഇരുന്നാലുള്ള ഗുണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കിട്ടും കേട്ടോ. അവരൊക്കെ ഓൾറെഡി ഫുഡ് എടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഫുഡിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10-15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാണ്ട് ഇവരിങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കറങ്ങിയാൽ തന്നെ നമുക്കൊക്കെ നല്ലോണം തല കറങ്ങും. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഡാൻസിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് ഭയങ്കരം തന്നെയാണ്. അവസാനം ഡാൻസ് കഴിഞ്ഞപ്പോൾ അവർ എല്ലാവർക്കും കറങ്ങാനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അങ്ങോട്ട് പോയില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റും വെച്ചിട്ടാണ് ഇവരിങ്ങനെ കറങ്ങുന്നത്. ഇത് ഏത് രാജ്യത്തെ ട്രഡീഷണൽ ഡാൻസ് ആണെന്ന് അറിയില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഈ കുട്ടികൾക്കെല്ലാം ഡാൻസ് ചെയ്യാൻ കൊടുത്തിട്ട് നല്ല രസമായിരുന്നു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. അവരവരെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫായി. അപ്പോൾ ഉണ്ട് ദൂരെ ഹലോ ഡെസേർട്ട് എന്ന് ഫയറിലിങ്ങനെ കത്തിക്കൊണ്ട് ഒരു നല്ല അടിപൊളി ഒരു സംഭവം. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട് രണ്ടാൾക്കാർ സ്റ്റേജിലേക്ക് കയറി വന്ന് ഫയർ ഷോ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ ഇട്ട് അവരങ്ങ് തുടങ്ങി. ഫയർ ഷോ ഞാൻ മുന്നേ കണ്ടിരിക്കും, പക്ഷേ എങ്കിൽ ഇതുപോലെ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം തന്നെ അവർ എന്തോ ചെയിൻ്റെ മുകളിൽ തീയാക്കിയിട്ടാണ് വന്നത്. അത് ഫുള്ള് കറക്കം. ഓരോ സ്റ്റൈലായിട്ട് കറങ്ങിക്കൊണ്ടേയിരുന്നു. നമ്മളെ നാട്ടിൽ പൊതുവേ കാണാവുന്നത് ഡ്രസ്സൊക്കെ ഊരി മേത്തൊക്കെ തീയാക്കി പിന്നെ തീയൊക്കെ പുറത്തേക്ക് ഊരിയിട്ടുള്ള പരിപാടിയായി. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു GCC കൺട്രി ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. പിന്നെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരുത്തന്നെ ചെറിയ ടൊവിനോൻ്റെ കട്ടുള്ള പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ വേറെ ഏതോ നാഷണാലിറ്റീസാണ്. പിന്നെ ചുമ്മാ എനിക്കങ്ങനെ തോന്നിയേ ഉള്ളൂ. ഈ സ്റ്റേജിൻ്റെ 4 വശത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പോയിട്ട് 4 വശത്തുള്ള കാണികൾക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ ഷോ നടത്തുന്നത്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല അവർ ഈ ഷോ നടത്തിയത്. അതുകൊണ്ട് തന്നെ VIP-ക്കാർക്കും നോർമൽ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. ഞാളും പോയി ക്യൂ നിന്നു. അങ്ങനെ കുബൂസും സാലഡും മക്രോണിയും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഈദായതുകൊണ്ടാണ് ഇത്രയും വിഭവം. നോർമലി ഇത്രക്കൊന്നും വിഭവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ നമ്മുടെ റൈസും ഉണ്ടായിരുന്നു. നോർമൽ റൈസ് ഉണ്ടായിരുന്നു, ബിരിയാണി അരി ഉണ്ടായിരുന്നു, ന്യൂഡിൽസ്, ചന, പിന്നെ വെജിറ്റബിൾ കറിയും
കൂടാണ്ട് ഒരു ചിക്കൻ ടിക്കയും പിന്നെ ഫിഷ് ടിക്കയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ പൊസിഷനിലേക്ക് വന്നു. പിന്നെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതും പോയി വാങ്ങി. അപ്പോഴാണ് VIP ഏരിയയിലുള്ള ഒരാളുടെ ബർത്ത്ഡേ എന്ന് കണ്ടത്. അയാൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും അത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. അപ്പോഴേക്കും വന്നു നമ്മുടെ ബെല്ലി ഡാൻസിൻ്റെ ആൾക്കാർ. സംഭവം നല്ല കളർഫുൾ പരിപാടിയായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ സമയമായതുകൊണ്ട് ഞങ്ങളൊക്കെ ഫുഡിൻ്റെ അകത്ത് വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഫുഡിൻ്റെ കൗണ്ടർ അടക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ആ ഫുഡിൻ്റെ കൗണ്ടർ അടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കണ്ടു. ഏതൊരു അറബിക് സോങ് വെച്ചിട്ടാണ് ഇവരുടെ ഡാൻസ്. നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് മൊറോക്കോ അതോ ഈജിപ്തോ ആയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ കാണിച്ചുകൊണ്ടുള്ള ഡാൻസാണ്. അപ്പോൾ തന്നെ ബെല്ലി ഡാൻസിൻ്റെ ഒറിജിൻ ഐഡിയ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. മിഡിൽ ഈസ്റ്റ് എന്നാണ് കാണുന്നത്. മിഡിൽ ഈസ്റ്റിലാണ് ഈ ബെല്ലി ഡാൻസ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിൽ പാട്ടിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് തുള്ളാനൊക്കെ തോന്നും. നല്ല രസമാണ്. ഈ ഡാൻസിൻ്റെ ഇടയ്ക്ക് ഇവർ കോസ്റ്റ്യൂമൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ വേറെ ആരോ വന്നതെന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി സെയിം ആൾ തന്നെയാണ് കോസ്റ്റ്യൂമോ മാറിയതാണ്. ഇവർ നല്ലോണം ഡാൻസെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ അതുപോലെ തന്നെ. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ മൊറോക്കനോ ഈജിപ്ഷ്യനോ അവരെ പോലത്തെ ആൾക്കാർ നല്ല ഡാൻസ് ആയിരുന്നു ഈ ഡാൻസ് കണ്ടിട്ട്. എന്തോ ഭാഗ്യത്തിന് അവരുള്ളപ്പോൾ അവർ സ്റ്റേജിലേക്കൊന്നും കയറിയില്ല. പക്ഷേ ഭയങ്കര ഡാൻസും പ്രോത്സാഹനവും ഒക്കെ ആയിരുന്നു അവർ. നല്ല അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ ഇവിടെ ബാച്ചിലേഴ്സ് മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മലയാളികളും ഫാമിലികളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മലയാളി ഫാമിലി ആയിരുന്നു. പിന്നെ വേറെ ഏതെല്ലാം നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു. അവസാനം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഫയർ ഷോ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫയർ ഷോ. ഈദായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അല്ലാത്ത പക്ഷേ ഇനി മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഞാനും ശ്രീകുട്ടിയും എല്ലാം കയറി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച്. അപ്പോഴത്തേക്ക് നമ്മളെ ഡെസേർട്ട് ബൈക്കൊക്കെ പുറത്തിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ ക്യാമ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് കാണുന്നു. റോഡിനടുക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല കൺഫ്യൂഷനാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ആരൊക്കെയോ വയ്യന്നെ വന്ന് ലാസ്റ്റ് റോട്ടുമിലെത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അവർ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവരോടും ബൈ. അടുത്ത വീഡിയോ കാണാം.